ഞാൻ പറഞ്ഞില്ല ഞങ്ങളത് വർക്കൗട്ട് ആവില്ല എന്ന്. നീ അയച്ചു കൊടുത്തില്ലേ വീഡിയോ? അല്ല, ഞാൻ തിരിച്ച് പോണ വഴിക്ക് ഒരു കാറ്ററിംഗ് ടീമിനെ പരിചയപ്പെട്ടു. അപ്പൊ അവരെനിക്കൊരു അടിപൊളി സംഭവം പറഞ്ഞു തന്നു. എന്ത്? നെയ്മീൻ അവിയല്. അപ്പൊ അത് ഷൂട്ട് ചെയ്തിട്ട് അവൻ അഴിച്ചു കൊടുത്തപ്പോ അവനങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മക്കളെ, ഇതൊന്നും ശരിയാവത്തില്ലെന്ന്. അവന് പറ്റുമോ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ നീ പിന്നെ നിർബന്ധിച്ചെന്ത് കാര്യത്തിനാ? എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കനകം പോലീസ് ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? തങ്കത്തിന്റെയും കനകന്റെയും കാലമല്ല, ഇത് ജിത്തുവിന്റെയും മുത്തിന്റെയും കാലമാണ്. അതൊന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. പറയടാ. ഇല്ലടാ, ഞാൻ നോക്കിയില്ല. ഞാൻ ടെൻഷൻ കാരണേ നാളെ എപ്പോഴെങ്കിലും നോക്കാന്ന് വിചാരിച്ചു. ഓ ആണല്ലേ, ഞാൻ നോക്കട്ടെ ഏട്ടാ. ഓക്കെ, താങ്ക് യുടാ, താങ്ക് യു. ഓക്കെ കനകളെ. ഓ ഇല്ലേ ഇങ്ങോട്ട് വന്നേ. എന്താടാ? അതെ, നമ്മുടെ നെയ്മീൻ അവിയലല്ലേ, അതും കയറി ഹിറ്റായി. ഇപ്പൊ എന്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു സംഭവം. നീ അമ്മയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നാ? അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്തു. പക്ഷെ സംഭവം ഹിറ്റായത് നെയ്മീൻ അവിയൽ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പോവും. അത് കുഴപ്പമൊന്നുമില്ലാന്ന്. നമുക്ക് ആ സെയിം നെയ്മീൻ അവിയൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് അമ്മമ്മക്ക് കഴിക്കാൻ കൊടുക്കാം. അവ കഴിക്കുമ്പോ ഹാപ്പി ആകും. എടി, മറ്റേ സാധനമില്ലേ നെയ്മീൻ അവിയല്, അതങ്ങ് കയറി കൊളുത്തി പിടിച്ച് ഹിറ്റായി. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്. അതിനെയും കാട്ടി ഹിറ്റ് നമ്മുടെ അമ്മൂമ്മയുടെ പഴങ്കഞ്ഞില്ലേ? അമ്മൂമ്മയുടെ പഴങ്കഞ്ഞിക്കല്ലേ വ്യൂസ് കൂടുതൽ, ഇതിനത്ര വ്യൂസ് ഒന്നും ഇല്ല. അവൻ പറഞ്ഞല്ലോ. അപ്പൊ അവൻ ഇത് നോക്ക്, കണ്ടോ? ട്രെൻഡിങ് ആണിത്. അറിയില്ലേ? ഹലോ, ഇവൻ പറഞ്ഞതിനോട്ട് നെയ്മീൻ അവിയലല്ലേ ഹിറ്റായത്? പഴങ്കഞ്ഞാണ്. കമന്റ്സ് ഓക്കേടാ, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാട്ടാ. പഴങ്കഞ്ഞാണ് ഹിറ്റായെന്ന്. നീ നോക്കാതെയാണോ പറഞ്ഞത്? പഴങ്കഞ്ഞി ഹിറ്റ്. നോക്ക് എത്ര പേരാ കണ്ടേക്കണേന്ന്. ട്രെൻഡിങ്. അമ്മയുടെ അമ്മ നമ്മൾ പഴി ചെയ്തില്ലേ, പഴച്ചോറ്. അത് എല്ലാ ആൾക്കാരും കണ്ടതേ അമ്മേനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രവാസികളൊക്കെ അമ്മ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിലേ ഈ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല. ഇനിയും നമുക്കൊരു സീസണായിട്ട് കുറച്ച് എപ്പിസോഡുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. വെറുതെ വിടുന്നില്ല. എന്റെ പൊന്നു മക്കളെ, ആ പഴങ്കഞ്ഞി ഉണ്ടാക്കിയത് തന്നെ ഞാൻ പേടിച്ചാണ്. ഇനി കൊന്നാലും വയ്യ. അതൊക്കെ അങ്ങ് ശീലമായിക്കോളുന്ന്. സെലിബ്രിറ്റി അല്ലേ, കൊച്ചു സെലിബ്രിറ്റി അല്ലേ. മക്കളെ, അതിന്റെ അമ്മയടുത്ത് പറയണം, ഇത് മുത്തിന്റെയും ജിത്തുവിന്റെയും മാത്രം കാലമല്ല, രത്നമ്മയുടെയും കനകന്റെയും കൂടെ കാലമാണ്.